ഇതിവിടെ അമ്പലത്തിൽ വെച്ച കണിയാണ് കേട്ടോ. കൃഷ്ണനൊന്നും വെക്കൂല, കാരണം ഇവിടുത്തെ ദൈവങ്ങളുള്ളതുകൊണ്ട് കൃഷ്ണൻ അങ്ങനെ വെക്കാറില്ല. നാഗയക്ഷിയും നാഗരാജാവാണ് ഇവിടെ ഉള്ളത്. ഗായ്സ്, ഡ്യൂപ്ലിക്കേറ്റ് കണിക്കൊന്ന വെച്ച ആൾക്കാരെ പറ്റിക്കുന്നു. സാവിത്രിയും രവി ആൾക്കാരെ പറ്റിക്കുന്നു ഡ്യൂപ്ലിക്കേറ്റ് കണിക്കൊന്ന വെച്ച്. ഇനി അടുത്ത ചടങ്ങ് കൈനീട്ടം വാങ്ങുക എന്നുള്ളതാണ്. കൈനീട്ടം എടുക്കാൻ വേണ്ടി കീറിയ പേഴ്സ് എടുക്കുന്ന ഇന്നമ്മേനാണ് നിങ്ങൾ കാണുന്നത്. 10 രൂപ ഒന്നും പറ്റില്ല കേട്ടോ അമ്മ, ഒരു 500 രൂപ എങ്ങനെ എന്താ 30 രൂപ തന്നുണ്ട് ഗൈസ്. കൈനീട്ടമായി 30 രൂപ 300 പോലെയാണ് നമുക്ക് അങ്ങനെ ഒരു എക്സ്ട്രാ 20 കൂടി കിട്ടിയേക്കാണ്. കുറച്ചും കൂടി നേരം നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ കിട്ടുമെന്ന് വാങ്ങല്ല, എൻ്റെ പൈസയാണ്, അങ്ങോട്ട് തരാനൊന്നുമില്ല, അതൊരു വേറെ കാര്യം. ഞങ്ങളിപ്പോൾ കൊടിയേറ്റം കാണാൻ പോവുകയാണ് ഗൈസ്. എൻ്റെ കൂടെ ഉണ്ണിമോളുണ്ട്. ഒരു വിജനമായ വഴി കൂടെയാണ് ഞങ്ങൾ പോകുന്നത്. പാടം കരിഞ്ഞുണങ്ങി നിൽക്കുന്നു. അതെ, കാട്ടിലൂടെ പോയിക്കൊണ്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത്. പൂരാകുമ്പോഴേക്കും കുറച്ചും കൂടി ഇതാവും. പക്ഷെ നല്ല രസമുണ്ട് ഈ വ്യൂ. കുറേ ഇല്ല നമ്മൾ ഈ വഴിക്കൊക്കെ വന്നിട്ട്. കഴിഞ്ഞ പൂരത്തിന് വന്നതാണ് ഈ അമ്പലത്തേക്ക്. പിന്നെ നമ്മൾ ഇലക്ഷൻ പ്രചരണത്തിന് വന്നപ്പോൾ അമ്പലത്തേക്ക് കയറി. പക്ഷെ നമ്മൾ ഈ വഴി വന്നിട്ടില്ല, ആ വഴി കിടക്കായിരുന്നു. എടി അവിടെ മതിലിട്ടിക്കുക, അത് കൂടെ കിടക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് വാ, തിരിച്ചു പോവുക. വേറെ വഴി ഉണ്ട് നമുക്ക് കിടക്കാൻ. വഴി തെറ്റിയിരിക്കുന്നു, കുറേ കാലങ്ങളായി വന്നിട്ട്, അതുകൊണ്ട് നമുക്കറിയില്ല. നമ്മൾ ഈ വഴി കൂടെ വീണ്ടും നടക്കുകയാണ്. ഇതിന് അച്ഛൻ്റെടി, നീ ആ പാതയുള്ള വഴി കൂടെ നടന്നു. എത്തും അമ്പലത്തേക്ക്, നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ എത്തും. കള്ളുകൂടിയന്മാരൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പേടിക്കാതെ പോവാം. ദാടി വഴി പേടിച്ചു കുട്ടി ഒന്ന് പെട്ടെന്ന്. അതാണ് ഗൈസ് വഴി. യെസ്, നമ്മളങ്ങനെ ഒരു വഴിയിലേക്ക് എത്തി. ഇവിടുന്ന് കുറച്ച് പോകണം. വെടി പൊട്ടണ കണ്ടിട്ട് കൊടിയേറ്റം കഴിഞ്ഞു എന്നാ തോന്നണേ. ഗൈസ് എല്ലാവരും നോട്ടീസൊക്കെ വാങ്ങിച്ച് വരുന്നുണ്ട്. കഴിഞ്ഞു നമുക്ക് കൊടി ഉയർത്തിയത് കണ്ടിട്ട് പോവാം. കൊടിയേറ്റം കഴിഞ്ഞു. എന്നെടുക്കല്ലേട്ടാ, അന്നെടുക്കും ഞാൻ. യൂട്യൂബിൽ ഇടണം. അപ്പേട്ടനെ കുറേ ആയിട്ടിട്ട് അപ്പേട്ടനെ കാണാൻ വേണ്ടി മാത്രം ചിലവര് കാണുന്നുണ്ട്. നല്ല തിരക്കാണ്.
വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു വീട്ടിലേക്ക് പോവാം. കത്തിയിട്ടില്ല. അത് മുകളില് പോയില്ല. എന്തിനാ അവിടെ ഉണങ്ങി നിക്കണാണെങ്കിൽ ഇപ്പൊ കത്തു കത്തണില്ലത് കുട്ടാപ്പറ്റ. അതാ ചീറ്റി. ഞാൻ വ്ളോഗെടുക്കാൻ പോരാ പോരാ. പടക്കൊക്കെ എടുത്തോടി. അമ്മ തോട്ടം ആ ചെറിയ തിരിയുള്ള കത്തിയിട്ടില്ല അപ്പേട്ടാ. അപ്പൂന് സ്കൈ ഷോട്ട് പൊട്ടിക്കണ്ടേ? കണ്ണെങ്ങാനും പോയല്ലോ വില ഇതാണോ സ്കൈ ഷോട്ട്? ഇത് കൈ പിടിച്ചു വിട്ടില്ലാലോ എന്നിട്ട് ഷോട്ട് സ്കൈ ഷോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഇതാക്ക്. അതാണ് പുതിയ. രണ്ടാം മക്കളോ? അതെ, രണ്ടും പോയി. മോളിക്ക് പോയി വിരിയൊന്നില്ലേ തോന്നുന്നത്. അത് കത്തിയിട്ടില്ല. കത്തിയിട്ടില്ല. നിങ്ങളെന്തിനാ ഓടുന്നേ? പേടിക്കല്ലേ. ഇതാണ് നിങ്ങളുടെ സ്കൈ ഷോട്ട്. ആ പുക പോണവരെ തലച്ചക്രോ പോരെ പോരെ. അതല്ല കത്തിക്ക്. ഈ തലച്ചക്രം പൊട്ടുന്നുണ്ടോ? അത് നീ പുറത്ത് വെക്കാതല്ല പറഞ്ഞു. ആ തിരിഞ്ഞു.
കൊള്ളാം. അതന്നെ വേണ്ടു. അല്ല ഇപ്പൊ കയ്യിലിരുന്ന് പൊട്ടിയായിരുന്നു. ഇപ്പൊ കൈ പോയായിരുന്നു. ഇപ്പൊ കയ്യും പൊട്ടിയില്ല. ഇനി അവിടെ എത്തുമ്പോഴേക്ക് പൊട്ടിക്കോളും. എന്താ പെട്ട കിളി പോയോ? അവിടെ സാധനം വെക്കാമല്ലോ. എന്തൊക്കെയോ തെറിച്ചല്ലോ. അടക്ക ഇറങ്ങില്ലടാ. ടാറിട്ട് കൊടുത്ത് കറങ്ങളിപ്പല്ല. ഞാൻ കത്തിക്കുന്നില്ല. രണ്ടെണ്ണം ഉണ്ട്. കഴിക്കലട്ടോ മോനെ, മിഠായിന്നല്ലാട്ടോ. ഇത് മറ്റേ ആയുർവേദ ഗുളിക പോലെ ഉണ്ട്. രണ്ടെണ്ണം മാത്രമായിട്ട് എന്തിനാ എനിക്ക് തിന്നാനാ? പൊട്ടുന്നില്ല മോനെ. ഒരുമാതിരി ഇതായിട്ട് വരും. ഒരു വൃത്തികെട്ടം വേണം. പൂച്ചക്കട്ടം പോലെ. നീയേ അപ്പൊ കത്തിക്കണ്ട. അപ്പൊ ഈ ഒരു നല്ലൊരു നമ്പൂരിനെ പോയി കണ്ടോ? പടക്കം പോലും പൊട്ടില്ല മോനെ. അപ്പൂന്റെ കഴിവ് തെളിഞ്ഞു. അയ്യേ ഇത് ഏട്ടാ അവിടെ കത്തിച്ചത് നന്നായി കത്തിയില്ലേ? ഇത് ഒരുമിച്ചിട്ട് കത്തിച്ച കാരണാവോ നീ? അല്ലല്ല മറ്റേ കുറച്ചേരം കത്തണത്. അതാ ഏട്ടാ കുട്ടാപ്പേട്ടൻ്റെ അപ്പുവേട്ടനെ ഒരു ഇതില്ല കയ്യിന് ഇതില്ല. ഇങ്ങനെ ഇരിക്കണ എന്നെ ഇരിക്കണ നോക്കണ്ട. ഹെവി ഇങ്ങനെ